ഇന്ന് മനസ്സിലാവുന്നത് പ്രിയങ്കയുടെ പാർലമെന്റിലെ പ്രകടനം, രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രകടനം, അത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നതെന്നുള്ള ചോദിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ, ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പൊളിറ്റിക്സിനെ ചൂട് പിടിച്ച് പോകുന്ന കേന്ദ്ര നേതൃത്വം പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി ആദ്യമേ തന്നെ പാർലമെന്റിൽ വന്നപ്പോൾ എന്താ പാലസ്തീൻ്റെ ബാഗൊക്കെ പിടിച്ചിട്ട് വരുന്നത്. സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ അവസ്ഥ വെച്ച് പോകുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ്. സത്യത്തിൽ മലയാളികളാണോ ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ നിലപാടുകളും കേരളത്തിൻ്റെ ബേസിന് ആസ്പദമായിട്ടാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല നിലപാടുകളും കേരളത്തിൻ്റെ നിലപാടിനനുസരിച്ച് എടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ ഒരു പ്രസക്തി ഇല്ലാത്ത നിലപാടുകളാണ്. കാരണം ഇന്ന് ഇവിടെ 130 കോടി ജനങ്ങളിൽ ആ 130 കോടി 100 കോടിയോളം വരുന്ന ഹിന്ദുക്കളുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിന് ശ്രമിക്കുന്നു എന്ന വ്യാജേനയാണ് BJP ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശക്തമായ ഒരു ബേസ് ഇട്ടിട്ട് ഒരു ആശയപരമായുള്ള ഒരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമന്ത്രങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്. പക്ഷെ അതിനുള്ള സ്കില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ലീഡർഷിപ്പിലുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ബംഗ്ലാദേശ് വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രാപിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ച് പാകിസ്ഥാനെ രണ്ടാക്കിയിട്ട് ബംഗ്ലാദേശിനെ നമ്മൾ കൊണ്ടുവന്നാണ്. ആ ഡേറ്റിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. പക്ഷെ ആ ഒരു വിഷയത്തിൽ ഊന്നൽ നൽകിയില്ല. അപ്പോൾ ബംഗ്ലാദേശ് വിഷയം, അതുപോലെ പാകിസ്ഥാൻ വിഷയം, അതുപോലെ ഇസ്രായേൽ വിഷയം, ഹമാസ് വിഷയം, സിറിയയിൽ വിഷയം, ഇറാൻ വിഷയം, ഇങ്ങനെ ആഗോള വ്യാപകമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ സ്വാധീനിക്കും. പിന്നെ കാശ്മീരായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഉള്ളിൽ, കാരണം ഈ BJP എടുക്കുന്ന ഒരു ലൈൻ ഉണ്ടെന്ന്, ആ ലൈനിനെ മറികടക്കുന്ന തന്ത്രങ്ങൾക്ക് എന്താ പറയുക, അവരുടെ പിന്നാലെ പോകാൻ, അവരെടുക്കുന്ന ലൈനിൻ്റെ പിന്നാലെ പോകുന്ന ഒരു തന്ത്രമാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അജണ്ടയിൽ BJP നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഇതുവരെ ലീഡർഷിപ്പിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് നിലവിലുള്ള ഓരോ സംസ്ഥാനത്തിനും മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു അവർ. അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിലെ മുഴുവൻ കക്ഷികളും സ്വാഭാവികമായിട്ട് മുഖ്യശത്രു BJP ആണെങ്കിലും അവരുടെ ഉള്ളിൽ കോൺഗ്രസിനെയാണ് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ശക്തനാകുന്നു, പ്രിയങ്ക ഗാന്ധി ശക്തനാകുന്നു, അവരുടെ കാൽച്ചൂട്ടിൽ മണ്ണ് ഒഴുകി പോകുന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും കോൺഗ്രസിന് വളരാനുള്ള ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കില്ല. ഈ യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊള്ളണം. കോൺഗ്രസിനെ സത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും വേരുള്ള ഒരു പാർട്ടിയാണെങ്കിലും ആ വേരിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിയും ബോധം വകതിരിവും ഉള്ള നേതൃത്വ നിരയുടെ അഭാവം വളരെ അധികമാണ്. ഇപ്പം നമ്മൾ പാർലമെന്റിൽ നമ്മൾ പല പാർലമെന്റുമാർ സംസാരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രേമചന്ദ്രൻ, ശശി തരൂര്, അവരൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു, അവരെ വസ്തുതകളെ പറ്റി പഠിച്ച് അവതരിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രസംഗിച്ച് വരുമ്പോൾ മൊത്തം ഇന്ത്യ എന്ന ഒരു അവസ്ഥയെ കണ്ടുകൊണ്ട് വേണം അവർ സംസാരിക്കാനും കാര്യങ്ങളും. കാരണം അവർ തുടക്കം എന്ന് പറയാ, രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല പ്രാവശ്യം MP ആയിട്ടുള്ള ആളാണ്. പ്രിയങ്ക ഗാന്ധി ഫസ്റ്റ് ടൈമാണ്. പക്ഷെങ്കിലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു ആജാനുബാഹുവായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് താപ്പും തരം സന്ദർഭം അനുസരിച്ച് ഏത് തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് 400 സീറ്റൊക്കെ കിട്ടുന്നുണ്ട്. ആ ഭൂരിപക്ഷം കിട്ടാതെ വന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, TDP ആയിട്ടും മറ്റേ ഈ നിതീഷ് കുമാറുമായിട്ടും എല്ലാം സഖ്യം ഉണ്ടാക്കി അധികാരം ഉറപ്പിച്ചു. ശക്തമായ ചുടലമായ നീക്കങ്ങൾ, അതുപോലെയുള്ള നീക്കം നടത്താനായുള്ള ഒരു സ്ട്രെങ്ത്
കോൺഗ്രസിനില്ല. ഇന്ത്യ സഖ്യത്തിനൊരു കോർഡിനേഷനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. ഓരോ ഒരു ഇലക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു സിസ്റ്റം. അപ്പം ഇത്തരം അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഇന്ന് യഥാർത്ഥ ഇന്ത്യയുടെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ, വർത്തമാന കാലഘട്ടത്തിലെ ലോകം, വർത്തമാന കാലഘട്ടത്തിലെ ഇന്ത്യ, ഈ യഥാർത്ഥ അവസ്ഥ ആയിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി അതിനെ അനുസരിച്ചൊരു ഗെയിം ചേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഇതുവരെയും കാണുന്നില്ല. കാരണം നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്ക് എതിരെ ജനവികാരം ഉണ്ടായിരിക്കും, പക്ഷെ അത് മുതലാക്കാനായിട്ടുള്ള സിസ്റ്റം, ഈ സംഘടനാ സെറ്റപ്പ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയുള്ള കഴിവുള്ള ലീഡർഷിപ്പ് ഇല്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയുള്ളതുകൊണ്ട് ഒരു 10 വർഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക, കാര്യമായിട്ട് പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഒരു എന്താ പറയുക, ഒരു കാര്യമായിട്ട് മുന്നേറ്റം നടത്താനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ അന്താരാഷ്ട്ര ഈ ഇപ്പം നമ്മൾ ലോക സമാധാനത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന, ഇപ്പം നമുക്കറിയാം നമ്മുടെ അയൽ രാജ്യങ്ങൾ, ഇപ്പം നമ്മൾ ചൈന അല്ലെങ്കിൽ അമേരിക്ക, അതുപോലെ റഷ്യ, അതുപോലെ തന്നെ ഈ മത തീവ്രവാദം, ഇതേപോലെ പല വിഷയങ്ങളും വരുമ്പോൾ പല സമയങ്ങളും ഇന്ത്യയുടെ ശബ്ദം മുൻനിരയിലുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യ എപ്പോഴും അവസാന ശബ്ദമായിട്ട് വരണം. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിപക്ഷത്തിന് ശക്തമായ ഒരു ശബ്ദം നിലപാടുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് ലോകവും സമൂഹവും ശ്രദ്ധിക്കുള്ളൂ. ഇവിടെ പ്രതിപക്ഷത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയിൽ ഒരു നിലപാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മുന്നേ പറഞ്ഞ വിഷയമാണ് ഇപ്പോൾ ഒരു നിലപാടായിട്ട് കൊണ്ടുവരുന്നത്. അത് ജനങ്ങൾക്കൊരു പുതുമ വരാന്നുള്ള രീതിയിലുള്ളൊരു ആകർഷണീയത വരുന്നില്ല. അപ്പം ഇത്തരം അവസ്ഥയുള്ളതുകൊണ്ട് എന്താ പറയുക, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു 10 വർഷമെങ്കിലും ക്ഷമിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നിലവിൽ ഒരു പെട്ടെന്ന് അവർക്ക് ഒരു ബൂസ്റ്റപ്പ് ആക്കി വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാണ് ഇപ്പോൾ. എന്താ പറയുക, നമ്മളവരെ കുറച്ച് കാണുക, അവരെ കഴിവിനെ കുറച്ച് കാണുകയല്ല, പക്ഷെ നരേന്ദ്രമോദിയെ നേരിടാനോ അല്ലെങ്കിൽ BJPയെ നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്തുമ്പോൾ കാണുന്നത്. ഓക്കെ.